ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്നതിന് മുന്നേ വീടിൻ്റെ വയറിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ മെയിൻ സ്ലാബിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ പൈപ്പ് കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ജംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പൈപ്പ് അതായത് പൈപ്പിൻ്റെ പാടുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്നത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു റൂമിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന ഫാനിൻ്റെ ഏരിയയാണ്. ആ ഏരിയയിലേക്ക് നമ്മൾ പൈപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ പൈപ്പിന്, അതായത് പൈപ്പ് നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഏറ്റവും സേഫ്റ്റിയായ രീതി എന്ന് പറയുന്നത് 2 കമ്പികളുടെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ വരുന്ന ഏരിയകൾ നിങ്ങൾ കണ്ടോ, ആ 2 കമ്പിയുടെ സെൻറ്ററിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ജംഗ്ഷൻ വെച്ചിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എസ് ബെൻഡായിട്ട് വളച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഉപയോഗിക്കുന്ന ISI പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എസ് ബെൻഡായിട്ട് വളച്ച് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ പൈപ്പിൻ്റെ താഴെയായിരിക്കും, കമ്പിയുടെ താഴെയായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമ്മുടെ ജംഗ്ഷൻ വരേണ്ടത്. ജംഗ്ഷൻ്റെ ഏറ്റവും അടിവശം മുട്ടി നിൽക്കേണ്ടത്, നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്ക് പോകാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജംഗ്ഷൻ്റെ ഏറ്റവും താഴെ വരുന്നതിന് വേണ്ടിയിട്ട് അതിന് താഴെയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ എസ് ബെൻഡ് പോലെ വളച്ച് കിടത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൈപ്പ് നിങ്ങളൊരു സംശയമുണ്ടോ, ഏറ്റവും താഴേക്കൂടെ കൊണ്ടുപോയാൽ പോരെ എന്നൊരു സംശയം ഉണ്ടാവും. അതിനേക്കാൾ സേഫ്റ്റി ഏറ്റവും നല്ലത് 2 കമ്പികളുടെ ഗ്യാപ്പിലൂടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാം സേഫ്റ്റി ആയിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ എസ് ബെൻഡ് പോലെ വളച്ച് നമ്മൾ അതിലേക്ക് ആ ജംഗ്ഷനിലേക്ക് കയറ്റി. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും, സ്ലാബിന് ഏകദേശം 6 ഇഞ്ച് തൊട്ട് 4 ഇഞ്ച് വരെയാണ് കനം വരുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ കമ്പി തൊട്ട് ഏറ്റവും മുകളിലെ കമ്പി, അതായത് കമ്പി കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സെൻറ്ററിലൂടെ ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും ഗുണം വളരെ സേഫ്റ്റി ആയിട്ടിരിക്കും. അതുമാത്രമല്ല പൈപ്പുകൾക്ക്, അതായത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഏറ്റവും അടിയിൽ പോകുന്ന സമയത്ത് ഏറ്റവും അടിയിൽ തെളിഞ്ഞ് നിൽക്കാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ തട്ടെല്ലാം പൊളിച്ച് കഴിയുമ്പോൾ ഏറ്റവും താഴെ തെളിഞ്ഞ് നിൽക്കും, പൈപ്പ് തെളിഞ്ഞ് നിൽക്കും. പിന്നെ അവിടെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്താലും കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് കറക്റ്റ് അവിടെ നിന്ന് വിട്ട് പോരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് വർഷങ്ങൾക്കാണ് സംഭവിക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ല ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സെൻട്രിക്കിലാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, കമ്പിയുടെ മുകളിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാർക്കുന്ന സമയത്ത്, അതായത് സ്ലാബിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രോളി അതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പൈപ്പിലൂടെ കയറാനും, പൈപ്പ് പൊട്ടില്ലായിരിക്കാം പക്ഷേ ഞെങ്ങിയിരിക്കുമ്പോൾ നമുക്ക് അതിലൂടെ വയറ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല, ബ്ലോക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് വിശ്വസിച്ച് തന്നെ സർക്യൂട്ട് കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിലൂടെ വലിച്ച് കൊണ്ടുപോകാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ കമ്പിയുടെ സെൻറ്ററിലൂടെ ആകുമ്പോൾ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. നമുക്കൊരു 90% പൈപ്പുകൾ നമുക്ക് കിട്ടാറുണ്ട്. നമ്മളതല്ലാതെ താഴത്തേക്കടെയും അതിൻ്റെ കമ്പിയുടെ മുകളിലൂടെയും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു 50% പൈപ്പുകളും പൊട്ടിയാണെങ്കിലും ബ്ലോക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ കളി ഇറങ്ങിയിട്ടാണെങ്കിലും ബ്ലോക്കായി പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കാം. നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത്, ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സജഷൻസ് നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആവുകയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് മാത്രമല്ല, ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.